ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ട്രെൻഡ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ നമ്മൾ കൗണ്ടർ പോയിന്റ് റിസർച്ചിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ റാങ്കിങ് ഡേറ്റ നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടായി. അതിനൊപ്പം തന്നെ നമ്മൾ പറയേണ്ടായി സാംസങ്ങിൻ്റെ എന്താ പറയുക ഡൗൺഫോൾ, അതായത് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ സാംസങ്ങിൻ്റെ ഡൗൺവേർഡ് ഗ്രോത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നത് IDC, അതായത് ഇന്റർനാഷണൽ ഡേറ്റ കോർപ്പറേഷൻ്റെ അവരുടെ വേൾഡ് വൈഡ് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ട്രാക്കറാണ്. അപ്പോൾ അത് കൗണ്ടർ പോയിന്റ് റിസർച്ച് പോലെ തന്നെ വേറൊരു ഓർഗനൈസേഷനാണ്. മാർക്കറ്റ് ട്രെൻഡ്സും മാർക്കറ്റ് സെയിൽസ് എല്ലാം പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൽ 2 ബ്രാൻഡുകളാണ് അത്ഭുതകരമായ എന്താ പറയുക വളർച്ച നേടിയത്. അതിൽ ഒരെണ്ണമാണ് പോക്കോ, മറ്റൊന്ന് മോട്ടോറോള. അപ്പോൾ പോക്കോനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മോട്ടോറോള നമുക്കറിയാം കുറേ നാളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ള വലിയൊരു പ്രോബ്ലമാറ്റിക് ഡിവൈസസ് ഒന്നും അവർ ഇറക്കിയിട്ടില്ല, അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ഡിവൈസസ് ഒന്നും അവർ ഇറക്കിയിട്ടില്ല. എന്നാൽ അവരുടെ മാർക്കറ്റ് ഗ്രോത്ത് ഇപ്പോൾ ഈ അടുത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കാരണം അവരെ മോട്ടോ ഫ്യൂഷൻ സീരീസ് ഒക്കെ നല്ല രീതിയിൽ ആക്സെപ്റ്റഡ് ആയിരുന്നു. എന്നാൽ പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് അങ്ങനെയല്ല. നമുക്കറിയാം പോക്കോ F1 ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര ഒരു തരംഗം സൃഷ്ടിച്ച ഒരു ഫോണായിരുന്നു. ഇപ്പോൾ പോക്കോ F1 കഴിഞ്ഞിട്ട് വളരെ ഒരു നീണ്ട ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം 2020 പോക്കോൻ്റെ അടുത്ത X2 സീരീസ് ഇറങ്ങിയത്. X2 Pro X2 ഒക്കെ ഇറങ്ങി. പക്ഷേ ആ ഒരു സീരീസിൽ വലിയൊരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ മദർ ബോർഡ് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. കാരണം നമ്മൾ ആ കോവിഡ് കാലത്ത് ഒരുപാട് പേര് മദർ ബോർഡ് ഫെയിലിയർ ഉണ്ടായി. അത് കാരണം തന്നെ പലർക്കും ഫോൺ റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ പറ്റിയായിരുന്നു. അതൊക്കെ നമ്മൾ മുമ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ അത് നമ്മൾ പലതവണ പോക്കോൻ്റെ എന്താ പറയുക ടീമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ പറയായിരുന്നു. അന്ന് പോക്കോ വീണ്ടും തന്നെ ഷോമീൻ്റെ കീഴിൽ നിന്ന് മാറി ഒരു സെപ്പറേറ്റ് ബ്രാൻഡ് എൻറ്റിറ്റി ആയി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ കുറേ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നവർ എന്താ പറയുക അക്നോളജ് ചെയ്തു, അവർ അക്സെപ്റ്റ് ചെയ്തു അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അതിനൊപ്പം തന്നെ ഫോൺസിൻ്റെ റീപ്ലേസ്മെൻറ്റ്, അതായത് എലിജിബിൾ ഫോൺസിനൊക്കെ റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടായി. എന്നാൽ കുറച്ച് പേർക്ക് ആ റീപ്ലേസ്മെൻറ്റ് ഡെഫിനറ്റ്ലി കിട്ടി, എന്നാൽ കുറച്ച് പേർക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടിയില്ല, കുറച്ച് പേര് പൈസ പോയി എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അങ്ങനെ വളരെ ഒരു നെഗറ്റീവ് ഇഷ്യൂ വന്ന ഒരു ബ്രാൻഡായിരുന്നു പോക്കോ. നമുക്കറിയാം മദർ ബോർഡ് ഇഷ്യൂ ഓഫ് പോക്കോ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇതാണ്. പക്ഷേ എന്നാൽ അവിടുന്ന് പോക്കോ നല്ല ഒരു എന്താ ടേൺ അറൗണ്ട് ആണ് ചെയ്തിരിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് ഇറങ്ങിയ ഫോൺസ് എല്ലാം തന്നെ പോക്കോൻ്റെ എനിക്ക് തോന്നുന്നു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വൈഡ് സ്പ്രെഡ് ആയ ഇഷ്യൂസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. പിന്നെ അത് മാത്രമല്ല പോക്കോ പുതിയതായി ഇറങ്ങിയ ഫോൺസ്, അതായത് 2022, 2023, 2024 ഒക്കെ ഇറങ്ങിയ ഫോൺസിനൊക്കെ എനിക്കൊന്ന് പ്രീമിയം ഫോൺസിനൊക്കെ 2 വർഷത്തെ വാറണ്ടി കൊടുക്കേണ്ടായി. അപ്പോൾ അത് ഏറെക്കുറെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. പിന്നെ 2022, 2023 ഇറങ്ങിയ ഫോൺസിലൊന്നും തന്നെ മദർ ബോർഡ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ വൈഡ് സ്പ്രെഡ് ആയി കണ്ട ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും പോക്കോയിൽ അങ്ങനെ വൈഡ് സ്പ്രെഡ് ആയി റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയാം. കാരണം OnePlusഉം സാംസങ്ങിലൊക്കെ ഒരുപാട് വൈഡ് സ്പ്രെഡ് ആയി റിപ്പോർട്ട് ചെയ്ത ഇഷ്യൂ ആണ് ഗ്രീൻ ലൈൻ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഇപ്പം നമ്മൾ മാർക്കറ്റ് ട്രെൻഡിലേക്ക് നമ്മൾ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ഇഷ്യൂ വന്ന ഒരു ബ്രാൻഡായിട്ട് പോക്കോ ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ 72% ആണ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം വെറും 3.8% അവരുടെ മാർക്കറ്റ് ഷെയർ ഇന്ത്യയിൽ. അതായത് Q1 2023, അതായത് Q1 2023 ആദ്യത്തെ ക്വാർട്ടർ. എന്നാൽ ഈ ക്വാർട്ടർ ഈ 2024 ആദ്യത്തെ ക്വാർട്ടറിൽ അവർക്ക് ഓൾമോസ്റ്റ് 5.96% മാർക്കറ്റ് ഷെയർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 72% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ഫോൺസ് സെല് ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം ഗ്രോത്ത് വന്ന് ഒബ്വിയസ്ലി ഫോൺ സെല്ലിങ്. അപ്പോൾ ഈ വർഷം ഇറങ്ങിയതും ഇവൻ പോക്കോ X6 Pro, X6 Neo എല്ലാം തന്നെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇറങ്ങിയ പോക്കോ FI സീരീസും വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ പോക്കോ ഒരു അത്ഭുതകരമായ ഒരു വളർച്ചയാണ് നേടിയിരിക്കുന്നത്. 72% ഗ്രോത്താണ്. അതുകൊണ്ട് തന്നെ പോക്കോ OnePlusനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതായത് OnePlus ആയിരുന്നു ഇതിനു മുമ്പ് പോക്കോൻ്റെ മുകളിൽ നിന്നിരുന്നു. എന്നാൽ OnePlus ഇപ്പോൾ കുറച്ചൊന്ന് താഴേക്ക് പോയിരിക്കുകയാണ്. 6-ന്ന് 5.1 ആയിരിക്കുകയാണ്. എന്നാൽ പോക്കോ 3.8-ന്ന് 5.9 പോയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 6ാമത്തെ മികച്ച ബ്രാൻഡാണെന്ന് എനിക്ക് തോന്നുന്നു പോക്കോ. അപ്പോൾ ആ ഒരു നേട്ടമാണ് പോക്കോ കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അവരുടെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. കാരണം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തു, ആ ഇഷ്യൂന്ന് മാറി നിന്ന് അത് ഫിക്സ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറെക്കുറെ. എന്നാൽ കുറേ പേർക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. കുറേ പേര് പൈസ പോയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതങ്ങനെ ഇപ്പോൾ
എല്ലാ ബ്രാൻഡ്സിലും അത് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ട് റീപ്ലേസ്മെന്റ് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ പല ഇഷ്യൂസും പല ബ്രാൻഡിലും ഉണ്ടായിരുന്നത്. എന്നാൽ പോക്കോ അത് അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. നല്ലൊരു കാര്യം നമ്മൾ ഡെഫിനറ്റ്ലി എടുത്തു പറയണം. എന്നാൽ ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ അത് ബ്രാൻഡിനെ നമ്മൾ ഡെഫിനറ്റ്ലി അറിയിക്കാറുമുണ്ട്. അപ്പോൾ ഇത്തവണ ഇനി ഇറങ്ങാൻ പോകുന്ന ഡിവൈസ് പോക്കോ F6. അതാണ് വൺ ഓഫ് ദി ഈഗർലി അവൈറ്റഡ് ഡിവൈസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ് ഇറങ്ങുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ഡിവൈസ് ആയിരിക്കും പോക്കോ F6. അപ്പോൾ പോക്കോ F6 ഇന്ത്യയിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ മാസം തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും പോക്കോ. അപ്പോൾ അത് നമ്മൾ ഈഗർലി അവൈറ്റഡ് ഡിവൈസാണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ പോക്കോൻ്റെ ഈ ഗ്രോത്ത് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ബ്രാൻഡ് എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതിനുള്ള ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെയാണ് മോട്ടറോളേൻ്റെ മാർക്കറ്റ് ഷെയർ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം ഈ അടുത്തിറങ്ങിയ ഫോൺസ് എല്ലാം തന്നെ നല്ല വാല്യൂ ഫോർ മണി ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാർക്കറ്റ് ഷെയറും ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് IDCൻ്റെ ലേറ്റസ്റ്റ് ട്രാക്കർ. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു ട്രെൻഡ്സ് പറയുക വെച്ചാൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റ്, അതായത് 10,000 രൂപയ്ക്കുള്ള താഴെയുള്ള സെഗ്മെൻറ്റ് ഷ്രിങ്ക് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ മാർക്കറ്റ് ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 20,000 താഴെയുള്ളതാണ് ഏതാണ്ട് ചെറുതായിട്ട് ഇൻക്രീസ് ആവുന്നത്. അതേപോലെ തന്നെ പ്രീമിയം സെഗ്മെന്റിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഏറെക്കുറെ ബഡ്ജറ്റ് സെഗ്മെന്റ് 10,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺസിന്റെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മേ ബി അത് ആൾക്കാർ 10,000 to 20,000 മൂവ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഈ ഒരു മാർക്കറ്റ് ഷെയർ കുറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ്. അപ്പോൾ പോക്കോന്റെ ഈ ഗ്രോത്താണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഒരു പ്രോബ്ലമാറ്റിക് ഇഷ്യൂ എന്ന് അവരെങ്ങനെ ഒരു സക്സസ് നേടി എന്നുള്ളതിനുള്ളൊരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു പോക്കോ യൂസറാണ്, ഇപ്പോൾ പോക്കോ യൂസറാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇപ്പോഴും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. നമ്മൾ കമ്പനീൻ്റെ ഒഫീഷ്യൽസിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.